അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിന് ഏറ്റവും നല്ല ഭംഗിയുള്ള നാമങ്ങളുണ്ടെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും നല്ല ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ എന്ത് ചെയ്യുക? വിളിച്ചുകൊള്ളുക. നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ്റെ മുന്നിൽ നിങ്ങൾ പറയുക. ഖുൽ ഉദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഖുൽ നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക, അദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏതു തന്നെ ആയാലും അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, ഏതു തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ബഹുമാനമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് പറയുന്നത്, നിങ്ങൾ എന്ത് വിളിച്ചാലും അള്ളാഹു നിങ്ങളുടെ വിളി കേൾക്കും. ഖുൽ ഉദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാൻ. വേറൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, എന്താണെന്ന്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അവൻ്റേതാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ വിളിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുക. അവൻ്റെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുൽ ഉദ്ഉല്ലാഹ അവ ഉദ്ഉർ റഹ്മാൻ. നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചോ, റഹ്മാൻ എന്നൊക്കെ വിളിച്ചു നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. പടച്ച തമ്പുരാനെ വിളിക്കുക. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹു എത്രേ അവൻ ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. തിട്ടപ്പെടുത്താനാവാത്തത്ര നാമങ്ങളുണ്ട് അവന്. അവനല്ലാതെ അവ എന്ത് ചെയ്യൂല, അറിയുകയില്ല. അതോടൊപ്പം അവയെല്ലാം ഏറ്റവും ഉത്തമമായതാണ്. എല്ലാത്തിനും അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ട്. ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന മനനം ചെയ്യാനും അതിൻ്റെതായ ഓരോ ഇസ്മുകൾ പറഞ്ഞ് നമ്മുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്താനും നാം ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏത് വിളിയും, നമ്മുടെ ഏത് ചോദ്യവും, നമ്മുടെ ഏത് ആവശ്യങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ തേടുക. തീർച്ചയായിട്ടും അള്ളാഹു ആ വിളി കേൾക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ ഓരോ ഇസ്മുകളുടെ മഹത്വം, ഓരോ ഇസ്മിൻ്റെയും പ്രതിഫലം നമുക്കൊന്ന് നോക്കിയാലോ? ഇൻഷാ അല്ലാഹ്. യാ ഖുദ്ദൂസ്. ഒരാൾ 40 ദിവസം തുടർച്ചയായി 1000 തവണ യാ ഖുദ്ദൂസ്, പരിശുദ്ധൻ എന്ന് അർത്ഥം വരുന്ന ഈ അള്ളാഹുവിൻ്റെ ഈ നാമം ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതുല്യ സഹായം വഴി ഇരു ലോകത്തും ഉന്നതി കൈവരിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ അതുല്യ സഹായം വഴി ഇരു ലോകത്തും ഉന്നതി കൈവരിക്കാൻ കഴിയും. എങ്ങനെ? 40 ദിവസം തുടർച്ചയായിട്ട് 1000 തവണ യാ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിയാൽ. സഹകരണ മനോഭാവം, ധർമ്മിഷ്ഠ ചിന്ത, സൽസ്വഭാവം തുടങ്ങിയവ അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകാനുള്ള അടിസ്ഥാന സ്വഭാവ മഹിമകളാണ്. അതോടൊപ്പം മേൽപ്പറയപ്പെട്ട നാമം 40 ദിവസം തുടർച്ചയായി നിർവഹിക്കുന്നത് ഉന്നതമായ പദവി ഇരു ലോകത്തും കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസ് ഇപ്രകാരം: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ആയത്തുൽ കുർസി, അൽ ബഖറയുടെ അവസാന ആയത്തുകൾ, അതായത് ആമന റസൂൽ എന്നിവ പാരായണം ചെയ്താൽ അല്ലാഹു ജല്ല ജലാലുഹു
അവനെ സഹായിക്കും. അവൻ അറിയാത്ത വഴികളിലൂടെ അള്ളാഹു അവനെ സഹായിക്കും. അവനൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ എത്തി നിൽക്കുമ്പോൾ അവൻ അറിയാത്ത രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായം അവനെത്തും. പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുൽ കുർസിയെ മനപ്പാടമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദിവസം നിങ്ങൾ ചൊല്ലുക, ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അവൻ്റെ ഇസ്മുകൾ മനനം ചെയ്യാനും അവൻ്റെ ഇസ്മുകൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മുകൾ ചൊല്ലി മാത്രം ഇരുന്നാൽ പോരാ കേട്ടോ, മറ്റുള്ള അമലുകളൊക്കെ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളും ഇൻഷാ അല്ലാഹ് ഉച്ചരിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മുടെ എല്ലാ നന്മകളും ചെയ്യുക. നമ്മുടെ 5 വഖത്ത് നിസ്കാരം എല്ലാം ചെയ്യുന്നതോടൊപ്പം ഈ ഒരു അമലുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും അസ്മാഉൽ ഹുസ്ന ആദ്യം മനപ്പാഠം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇസ്മുകളും ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.